ആ പെണ്ണെ കൊല്ലും, അവളെ കൊല്ലും. തന്നെ കാണിക്കുന്നത്. എന്താ മുതലാളി? ഒരു കയ്യബദ്ധം പറ്റി. ഒരു ഷാപ്പി തുറക്കി വിട്ടിട്ടില്ല. എന്താടാ നിന്ന് മോങ്ങുന്നേ? ശവം കൊണ്ടുപോകാൻ ആശാന്റെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നീ കൂടെ പോണം. മുതലാളി മിണ്ടി പോകരുത്. എനിക്ക് പേടിയാകുന്നു. നിന്റെ കുടുംബം ഞാൻ കലക്കി കളയും. പോകാനാ പറഞ്ഞത്. നിന്നെയും കൊന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് ഞാൻ ജയിൽ ചാടിയത്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സെന്നോട് പറയുന്നു, ഈ കേസിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന്. നിനക്കും രക്ഷപ്പെടാം. ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം. ഈ രാത്രി തന്നെ വക്കീലിന്റെ അടുത്തേക്ക്. എന്താ, നീ വരില്ലേ? വരാപ്പു, എവിടെ വേണമെങ്കിലും വരാം. നിന്നെ മുഖത്തോട് മുഖം കണ്ടുമുട്ടുന്ന ഒരു നിമിഷത്തെ മാത്രമേ ഞാൻ ഭയപ്പെട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനി എവിടെ വേണമെങ്കിലും വരാം. ഏത് കോടതിയിലും ഞാൻ സത്യം പറയാം. സാറിനെ കൊന്നാലും ശരി, ഞാൻ അപ്പുകുട്ടനായിട്ട് സാക്ഷി പറയുകയില്ല. ഞാൻ അവനോട് സത്യം മുഴുവൻ പറഞ്ഞു. രാമൻകുട്ടിയെ ഇനി നിർബന്ധിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ സമ്മതിച്ചാൽ തന്നെ കേസ് കോടതിയിലെത്തുമ്പോ അവൻ തിരിച്ചു പറയുമെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പു സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പ്രഭാരം വക്കീൽ ഇടപെടുമെന്നുള്ളത് ഉറപ്പാ. ചെകുത്താനും കടലിനും നടുക്കായതുപോലെ അപ്പു ഏത് നിമിഷം ഇവിടെ എത്താം. ആകെ നനഞ്ഞാ പിന്നെ കുളിരില്ലല്ലോ. ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. ശങ്കര, ശങ്കര, നീ ജയിലിൽ ചാടിയോ? ഇപ്പൊ ഉള്ള കേസിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് തല പോവുകയാണ് ഞാൻ ദിവസങ്ങളായിട്ട്. അതിനിടയിലാണ് ഒരു ജയിലിയാട്ടം. സാർ ക്ഷമിക്കണം. സാർ എത്ര തലപോഞ്ഞാലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് സാറ് തന്നെ സൂചിപ്പിച്ചതല്ലേ. ഒരാവേശത്തിനാണ് ഞാൻ ജയിലിൽ ആടിയത്. എങ്കിലും അത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ രാമൻകുട്ടിയെ കണ്ടു. അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു സാർ. എന്നിട്ട് രാമൻകുട്ടി എവിടെ? സാറേ, ഗോവൻ സാറേ, എന്താ ഈ രാത്രിയിൽ എല്ലാരും കൂടെ? എന്താ ബുക്ക? എന്താ ആശാനെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഗോപൻ സാർ ഇവിടില്ലേ അമ്മച്ചി? ഇല്ല, പുറത്തു പോയി. എന്താ കാര്യം? അപ്പുകുട്ടൻ ജയിലിയാടി അമ്മച്ചി. ദേവി, സന്ധ്യയ്ക്ക് അപ്പുകുട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. കൊച്ചേട്ടൻ അന്വേഷിച്ചാ വന്നത്. കൊച്ചേട്ടൻ വന്നതും അപ്പുനെ കണ്ടിറങ്ങി ഓടി. അപ്പച്ചേട്ടനെ കൊല്ലു അമ്മച്ചി. പെണ്ണ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ
രണ്ടിനെയും ഞാൻ ഇനി തിരയാത്ത സ്ഥലമില്ല. ഗോപൻ സാറിനെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ. അപ്പു രാമൻകുട്ടി ഒന്നും ചെയ്യില്ല മോളെ. അല്ല അമ്മച്ചി, കൊല്ലൂന്ന് എന്നോട് പറഞ്ഞു. അമ്മച്ചിയല്ലേ പറയുന്നത്, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പോയിക്കോളൂ. എന്തായാലും അപ്പു ഇവിടെ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അമ്മച്ചി, കൊച്ചേട്ടൻ കൊച്ചേട്ടനൊന്നും സംഭവിക്കില്ല. മോള് പോയിക്കോളൂ. വാ മോളെ. ബാവച്ചൻ, അമ്മേ, ഞാൻ എല്ലാം കേട്ടു. അമ്മയ്ക്ക് മതിയായില്ലേ? ചെറുപ്പത്തിൽ ബാല്യക്കാരികളും കൂട്ടുകാരികളും അടക്കം പറഞ്ഞ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, മറന്നിട്ടുമില്ല. ഒരമ്മയോട് മകള് ചോദിച്ചുകൂടാ, സഹിയിട്ട് ചോദിച്ചു പോവാണ്. അപ്പൊ നിങ്ങളുടെ ആരാ? അമ്മ പ്രസവിച്ചാണോ അവനെ? ഗോപേട്ടനെക്കാളും എന്നെക്കാളും അമ്മയ്ക്ക് അവൻ വലിയവനായത് എങ്ങനെയാ? അവൻ ആരാ? അവൻ എന്റെ മകനാണ്. ഞാൻ പ്രസവിക്കാതെ പോയ എന്റെ മകൻ. നിന്റെ അച്ഛൻ മംഗലത്ത് മാധവൻ തമ്പിയുടെ മകൻ. കല്യാണിക്കുട്ടിയോട് നിന്റെ അച്ഛന് തോന്നിയൊരു കമ്പം, അല്ലെങ്കിൽ ഒരു അബദ്ധം. മരിച്ചുപോയ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? കല്യാണിക്കുട്ടിയുടെ മരണശേഷം അനാഥനായി പോയി അപ്പനെ ഏറ്റെടുക്കാൻ അഭിമാനം വകവെക്കാതെ അദ്ദേഹം തയ്യാറായി. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ ജീവിതമായിരുന്നു വലുത്. അച്ഛന്റെ മരണശേഷം തെരുവിൽ കിടന്ന് വളർന്ന അപ്പനെ കണ്ട് എനിക്ക് പശ്ചാത്താപം തോന്നി. ഈ വീട്ടിൽ നിനക്കുള്ള അവകാശമുള്ളതല്ല അവനും. നിന്റെ വിവാഹത്തിന് 2 വർഷം മുൻപ് ഞാൻ അവനോട് സത്യമെല്ലാം പറഞ്ഞു. വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പു സമ്മതിച്ചില്ല. അവൻ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, മറ്റാരും അറിയരുതെന്ന്. നീ പോലും. നിനക്ക് വിവാഹാലോചനകൾ വരുന്ന സമയമായിരുന്നു. കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന അവൻ പറഞ്ഞത്. അന്നു മുതൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവൻ എന്റെ മകനായി, നിന്റെ അനുജനായി. ഒരു ജോലിക്കാരനേക്കാൾ താഴെയല്ലേ എല്ലാരും അവന് കൊടുത്ത സ്ഥാനം? അല്ല രമണി? എല്ലാം എന്റെ തെറ്റാ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രായച്ചിത്തം ചെയ്യണം ഞാൻ വിചാരിച്ചു. അതും നടന്നില്ല. കർമ്മദോഷം. രാമൻകുട്ടിയെ സുരേഷ് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ സുരേഷിന്റെ ബംഗ്ലാവിൽ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ അവരവനെ അപായപ്പെടുത്താം. ആ സാക്ഷി മരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതും നിന്റെ പേരിലാക്കാൻ എളുപ്പമാണ്. ജയിലിയാടിയ പ്രതി. പോരാത്തതിന് രാമൻകുട്ടിയെ നീ ആക്രമിക്കാൻ ചെന്നതിന് സരോജിനി പോലും സാക്ഷി. ഒരു വഴിയേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടിയെ രക്ഷപ്പെടുത്തുക. എങ്ങനെയെങ്കിലും.